Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന കിക്ക് ഡ്രഗ്സ് ലഹരിവിരുദ്ധ സന്ദേശയാത്രയ്ക്ക് പയ്യന്നൂരിൽ ഉജ്ജ്വല സ്വീകരണം. ലഹരി വിൽപ്പനയുടെ ഹബ്ബായി കേരളം മാറിയെന്നും ലഹരിയെ തുരത്താൻ പൊതുസമൂഹത്തിന്റെ കൂട്ടായ ശ്രമം ആവശ്യമാണെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ. പിലാത്തറ ചുമടുതാങ്ങിയിൽ റെസ്റ്റോറന്റിൽ മോഷണം. ചുമടുതാങ്ങി പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ ഗുസാരിഷ് റെസ്റ്റോറന്റിൽ തിങ്കളാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത്. കുടുംബശ്രീ പയ്യന്നൂർ ക്ലസ്റ്റർ തല ഓക്സിലറി അയൽക്കൂട്ടം അംഗങ്ങളുടെ സർഗോത്സവം അരങ്ങ് 2025 ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷാജിർ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂരിലെ പൊതുസ്ഥലങ്ങളിൽ ഇനി മാലിന്യങ്ങൾ തള്ളുന്നവർക്ക് പിടിവീഴും. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലായി കെൽട്രോണിന്റെ സാങ്കേതിക മികവോടെ അധികൃതർ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. വാർത്തകൾ വിശദമായി. കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന കിക്ക് ഡ്രഗ്സ് ലഹരിവിരുദ്ധ സന്ദേശ പ്രചാരണ ക്യാമ്പയിൻ പയ്യന്നൂരിലെത്തി. മന്ത്രി വി അബ്ദുറഹ്മാൻ നയിക്കുന്ന പ്രചരണ പര്യടനത്തിന് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. മഹാവിപത്ത് ചെറുക്കാൻ ഒന്നിച്ചു നിൽക്കാം, കളിക്കാൻ കരുത്തു നേടാമെന്ന മുദ്രാവാക്യമുയർത്തി കേരള സർക്കാർ കായിക വകുപ്പ് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സന്ദേശയാത്ര ബഹുമാനപ്പെട്ട കേരള കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ ഇതുവഴി കടന്നു വരികയാണ്. കായിക വകുപ്പ് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. മാത്തിലിൽ നിന്ന് ആരംഭിച്ച മാരത്തോൺ ടി മധുസൂദനൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് പെരുമ്പിയിൽ നിന്ന് ആരംഭിച്ച വാക്കത്തോൺ സ്പോർട്സ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. അവരുടെ കുടുംബം, അവരുടെ ബന്ധുക്കൾ എല്ലാം തന്നെ വലിയ ദുഃഖം പേറുന്ന അവസ്ഥ നമ്മൾ കാണുന്നു. രാസലഹരിയുടെ ഉപയോഗം നമ്മുടെ ചെറുപ്പക്കാരുടെ ബുദ്ധിയെ തന്നെ നഷ്ടപ്പെടുത്തുന്ന കാഴ്ച ധാരാളം നമ്മൾ കണ്ടു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മുടെ പത്രമാധ്യമങ്ങളിൽ നമ്മൾ കേൾക്കുന്ന, വായിക്കുന്ന വാർത്ത എന്നുള്ളത് സ്വന്തം അമ്മയെ കൊല്ലുന്ന മക്കളുടെ വാർത്തയാണ്. സ്വന്തം സഹോദരിയെ കൊല്ലുന്ന സഹോദരന്മാരുടെ വാർത്തയാണ്. ഷേണായി സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ വെച്ച് മാരത്തോണിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനം മന്ത്രി നിർവഹിച്ചു. ടി മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, അഡ്വക്കേറ്റ് P സന്തോഷ്, K ജയരാജൻ, VK സനോജ്, പനക്കീൽ ബാലകൃഷ്ണൻ, നഗരസഭാ കൌൺസിലർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, യോഗ അസോസിയേഷൻ അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, സ്പോർട്സ് താരങ്ങൾ തുടങ്ങി വിവിധ മേഖലയിലുള്ളവർ സംബന്ധിച്ചു. തുടർന്ന് സൂംബ ഡാൻസും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. like a champion. Your body and mind got my attention. Your season is threatening to everyone. I wanna give you some love and some affection.
വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സന്ദേശയാത്രയ്ക്ക് കല്ലാശ്ശേരി മണ്ഡലത്തിൽ ഉജ്ജ്വല സ്വീകരണം. ലഹരി വിൽപ്പനയുടെ ഹബ്ബായി കേരളം മാറിയെന്നും ലഹരിയെ തുരത്താൻ പൊതുസമൂഹത്തിന്റെ കൂട്ടായ ശ്രമം ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. കരുത്തോടെ കളിക്കളത്തിലേക്ക് എന്ന സന്ദേശവുമായാണ് കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ കിക്ക് ട്രക്ക് ലഹരിവിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിക്കുന്നത്. 14 ദിവസങ്ങളിലായി 14 ജില്ലകളിലായാണ് യാത്ര നടത്തുക. ചൊവ്വാഴ്ച രാവിലെയാണ് കല്യാശ്ശേരി മണ്ഡലത്തിലെ പഴയങ്ങാടിയിൽ യാത്രയെത്തിയത്. എം വിജിൻ MLA യാത്രയെ സ്വീകരിച്ചു. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ കായിക താരങ്ങൾ ഉൾപ്പെടെ അണിനിരന്ന യാത്ര പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന മയക്കുമരുന്നിന്റെ വിപണനം ചെയ്യുന്ന ഹബ്ബായി നമ്മുടെ സംസ്ഥാനം മാറുകയാണ്. ഇതിനെ തടയാൻ സംസ്ഥാന സർക്കാർ കാര്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. ഇത് പൂർണ്ണമാകണമെങ്കിൽ പൊതുസമൂഹം കൂടി മയക്കുമരുന്ന് തടയാൻ രംഗത്ത് വരണമെന്നും മന്ത്രി പറഞ്ഞു. ഈ ഒരു പ്രചരണം പൊതുസമൂഹം ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത്. ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. കാരണം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരോ പോലീസോ ചേർന്ന് ചെയ്യുന്നതിലപ്പുറം പൊതുസമൂഹത്തിന് ചെയ്യാൻ കഴിയും. ലഹരിയുടെ കച്ചവടക്കാർ, ലഹരിക്ക് അടിമകൾ, ലഹരിയുടെ മാഫിയകൾ അവരെ തകർക്കണമെങ്കിൽ പൊതുസമൂഹം ഒന്നിച്ചു നിൽക്കേണ്ടത്. അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് നിങ്ങളൊക്കെ കാണാനും നിങ്ങളുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള അഭ്യർത്ഥന മുന്നോട്ട് വെക്കാനും ഞങ്ങൾ വന്നത്. എം വിജിൻ MLA അധ്യക്ഷത വഹിച്ചു. PP ഷാജിർ, K രഞ്ജിത്ത്, പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ്, P ഗോവിന്ദൻ, PV അബ്ദുള്ള തുടങ്ങിയവർ സംബന്ധിച്ചു. ലഹരിവിരുദ്ധ സന്ദേശയാത്രയുടെ ഭാഗമായി കളരിപ്പയറ്റ്, തൈക്കോണ്ടോ, സംഗീത ശില്പം തുടങ്ങി വിവിധ കലാപരിപാടികളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പിലാത്തറ ചുമടുതാങ്ങിയിൽ റെസ്റ്റോറന്റിൽ മോഷണം. ചുമടുതാങ്ങി പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ ഗുസാരിഷ് റെസ്റ്റോറന്റിൽ തിങ്കളാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത്. പിലാത്തറ ചുമടുതാങ്ങിയിൽ റെസ്റ്റോറന്റിൽ മോഷണം. ചുമടുതാങ്ങി പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ ഗുസാരിഷ് റെസ്റ്റോറന്റിൽ തിങ്കളാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത്. ഉച്ചയോടെ റെസ്റ്റോറന്റ് തുറക്കാനെത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത്. CCTV ദൃശ്യത്തിൽ തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് ശേഷം മോഷണം നടത്തുന്നതായാണ് ദൃശ്യങ്ങൾ ലഭിച്ചത്. റെസ്റ്റോറന്റിലെ കിച്ചണിന് സമീപത്തെ ഇലക്ട്രിക് റൂമിന്റെ ഗിൽ തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. അടുക്കളയിൽ സൂക്ഷിച്ച കോപ്പർ സാധനങ്ങൾ, വാട്ടർ പൈപ്പുകൾ, സിങ്ക്, സമോവർ, മറ്റു പിച്ചള സാധനങ്ങൾ എന്നിവയാണ് മോഷണം പോയത്. 1 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. CCTV ദൃശ്യങ്ങളടക്കം പരിയാരം പോലീസിൽ പരാതി നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുടുംബശ്രീ പയ്യന്നൂർ ക്ലസ്റ്റർ തല ഓക്സിലറി അയൽക്കൂട്ടം അംഗങ്ങളുടെ സർഗോത്സവം അരങ്ങ് 2025 ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെ പയ്യന്നൂർ ക്ലസ്റ്റർ തല മത്സരത്തിന് ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. പയ്യന്നൂർ ക്ലസ്റ്റർ തല മത്സരം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ, കുടുംബശ്രീ മേഖലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതെല്ലാം ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്നു. അത്തരത്തിലെല്ലാം കുടുംബശ്രീ മുന്നോട്ടേക്ക് കൊണ്ടുവരാനുള്ള ഒരു വലിയ പരിശ്രമത്തിൻ്റെ ഒരു ഭാഗമാണ് പയ്യന്നൂർ ക്ലസ്റ്റർ തലത്തിൽ സംഘടിപ്പിക്കുന്ന ഈ അംഗങ്ങൾ. ഇന്ന് MLA ആയി ഒരുപാട് ഉദ്ഘാടനം ചെയ്യുന്നത് നേരത്തെ ഇവിടെ പറഞ്ഞു. MLA രാവിലെ വിളിച്ചിരുന്നു. MLA ഇന്ന് ഇതേ മണ്ഡലത്തിൽ തന്നെ ഇതേ സമയം തന്നെ കായിക മന്ത്രിയുടെ ഒരു പരിപാടി കൂടി നടക്കുന്നത് കൊണ്ടാണ് ഇവിടെ എത്തിച്ചേരാനുള്ള പ്രയാസം വന്നത്. നിങ്ങളോടെല്ലാം അത് അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പരിപാടിയുടെ കഴിയുന്നത് നമുക്കെല്ലാം ആ പരിപാടിയിൽ പോകണമെന്നാണ് രീതിയിലുള്ള
ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ വെച്ച് മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ഹരീഷ് മോഹനനെ ആദരിച്ചു. കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജയൻ മുഖ്യാതിഥിയായി. മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫാരിഷ ടീച്ചർ, ചെറുതാഴം CDS ചെയർപേഴ്സൺ ഇ വസന്ത, ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എൻ രാജേഷ്, കുടുംബശ്രീ കണ്ണൂർ ജില്ലാ പ്രോഗ്രാം മാനേജർ ആർ ആര്യശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP രോഹിണി, വിവിധ CDS ചെയർപേഴ്സൺമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെ പയ്യന്നൂർ ക്ലസ്റ്റർ തല മത്സരങ്ങൾ ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുന്നു. 3 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഏഷ്യയിലെ തന്നെ സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രസ്ഥാനമായ കുടുംബശ്രീ പ്രസ്ഥാനം കലാരംഗത്തു കൂടി ചുവടുവെക്കുകയാണ്. സ്കൂൾ, യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ ഉൾപ്പെടെ അവസരങ്ങൾ ലഭിക്കാതെ പോയ നിരവധി പേരാണ് കുടുംബശ്രീ അരങ്ങ് കലോത്സവത്തിന്റെ ഭാഗമാകുന്നത്. കുടുംബശ്രീ ADS, CDS, ക്ലസ്റ്റർ, ജില്ലാ, സംസ്ഥാന തലം വരെയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. പയ്യന്നൂർ ക്ലസ്റ്റർ തല മത്സരം ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുന്നു. നവരസ, അമൃതവർഷിണി, മേഘമൽഹാർ എന്നീ പേരുകൾ നൽകിയ 3 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. വിവിധ CDSകളിൽ നിന്ന് വിജയികളായിട്ടുള്ളവരാണ് ക്ലസ്റ്റർ തല മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ക്ലസ്റ്റർ തല മത്സരത്തിൽ വിജയിക്കുന്നവർ ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് യോഗ്യത നേടും. 1-ാം ദിനം മിമിക്രി, മോണോ ആക്ട്, പ്രച്ഛന്നവേഷം, കഥാപ്രസംഗം, മാപ്പിളപ്പാട്ട്, കവിതാപാരായണം, നാടൻപാട്ട് തുടങ്ങിയ മത്സരങ്ങളാണ് നടന്നത്. 15 CDSകളിൽ നിന്ന് 49 ഇനങ്ങളിലായി 1000-ൽ പരം മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നതെന്ന് ചെറുതാഴം CDS ചെയർപേഴ്സൺ ഇ വസന്ത പറഞ്ഞു. 2 ദിവസങ്ങളിലായാണ് പരിപാടി നടക്കുന്നത്. 6-7 തീയതികളിൽ 3ഓളം സ്റ്റേജുകളിൽ 49ഓളം ഇനങ്ങളിൽ കുടുംബശ്രീ അംഗങ്ങളും അതുപോലെ തന്നെ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളും മത്സരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 1000-1500 ആളുകൾ 2 ദിവസങ്ങളിലായിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നല്ല രീതിയിലെ മത്സരം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മെയ് 7-ന് കലോത്സവം സമാപിക്കും. ഒപ്പന, മാർഗം കളി, നാടോടി നൃത്തം, ഭരതനാട്യം തുടങ്ങിയ മത്സരങ്ങൾ സമാപന ദിവസമായ മെയ് 7-ന് നടക്കും. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുതാഴത്ത് നടക്കുന്ന കുടുംബശ്രീ സർഗോത്സവത്തിനെത്തുന്ന മുഴുവൻ പേർക്കും 3 നേരവും ഭക്ഷണവും നൽകിയാണ് മടക്കി അയക്കുന്നത്. ഭക്ഷണം തയ്യാറാക്കുന്നതിനും വിളമ്പുന്നതിനും പ്രത്യേകം കമ്മിറ്റിയും പ്രവർത്തിക്കുന്നുണ്ട്. 2 ദിനങ്ങളിലായി ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കുടുംബശ്രീ പയ്യന്നൂർ ക്ലസ്റ്റർ തലം ഓക്സിലറി അയൽക്കൂട്ടം അംഗങ്ങളുടെ സർഗോത്സവം അരങ്ങ് 2025-നെത്തുന്ന മുഴുവൻ പേർക്കും 3 നേരവും ഭക്ഷണം നൽകിയാണ് മടക്കി അയക്കുന്നത്. ഭക്ഷണം തയ്യാറാക്കുന്നതിനും വിളമ്പുന്നതിനും പ്രത്യേകം കമ്മിറ്റിയും പ്രവർത്തിക്കുന്നുണ്ട്. രാവിലെ ചായയും ലഘുഭക്ഷണവും, ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ചോറും കറികളും പായസവും, വൈകിട്ട് 4 മണിക്ക് ചായയും ലഘുപലഹാരവും, രാത്രി ഭക്ഷണം ഉൾപ്പെടെയാണ് കലാമാമാങ്കത്തിനെത്തുന്ന മത്സരാർത്ഥികൾക്കും കാണികൾക്കും തയ്യാറാക്കുന്നത്. 2 ദിനങ്ങളിലായി 2000-ഓളം പേർക്കാണ് ഭക്ഷണം ഒരുക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. 15ഓളം പഞ്ചായത്തുകളിൽ കലവറ വണ്ടി പോവുകയും ഭക്ഷണ സാധനങ്ങൾ സ്വീകരിക്കുകയും കൊണ്ടുവന്നുകൊണ്ടാണ് ഈ 2 ദിവസത്തെ ഭക്ഷണ ക്രമീകരണം ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. 2 ദിവസങ്ങളിലായി രാവിലെ മുതൽ രാത്രി വരെയുള്ള മത്സരങ്ങളിലേക്ക് മത്സരാർത്ഥികൾക്കും അതുപോലെ മത്സരം വീക്ഷിക്കാനെത്തുന്ന സാധാരണക്കാരായ നാട്ടുകാർക്കും മറ്റുള്ളവർക്കും വേണ്ടിയുള്ള ഭക്ഷണം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഭക്ഷണം തയ്യാറാക്കുന്നതിനായി വിഭവസമാഹരണത്തിന് ക്ലസ്റ്ററിൽപ്പെട്ട മുഴുവൻ പഞ്ചായത്തുകളിലും കലവറ വണ്ടി സഞ്ചരിച്ച് പച്ചക്കറി ഉൾപ്പെടെ ശേഖരിച്ച വിഭവങ്ങൾ ഉപയോഗിച്ചാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. കലകൾ ആസ്വദിക്കുന്നതിനൊപ്പം മനസ്സും വയറും നിറച്ചുകൊണ്ടാണ് ഇവിടെ എത്തുന്ന ഓരോരുത്തരും മടങ്ങിപ്പോകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തൃക്കരിപ്പൂരിലെ പൊതുസ്ഥലങ്ങളിൽ ഇനി മാലിന്യങ്ങൾ തള്ളുന്നവർക്ക് പിടിവീഴും. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലായി കെൽട്രോണിന്റെ സാങ്കേതിക മികവോടെ അധികൃതർ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ കർശന നടപടികൾ എടുക്കുന്നതിന്റെ ഭാഗമായാണ് തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കെൽട്രോണിന്റെ സഹകരണത്തോടെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. നിലവിൽ നാട്ടുകാരുടെ കണ്ണുവെട്ടിച്ച മാലിന്യങ്ങൾ തള്ളുന്ന കേന്ദ്രങ്ങൾ തിരിച്ചറിഞ്ഞാണ് ആദ്യഘട്ടത്തിൽ ക്യാമറകൾ ഉറപ്പിച്ചിട്ടുള്ളത്. ടൗണിലെ ഉർസുലൈൻ കോൺവെന്റ് പരിസരം, കഞ്ചിയിൽ തോട്, 4-ാം വാർഡിലെ ഈയക്കാട് പാലം, ആയിറ്റി തീരദേശ റോഡ്, ഉടുമ്പുന്തല മൊത്തക്കടവ്, വൾവക്കാട് തട്ടിൻ റോഡ് എന്നിവിടങ്ങളിലാണ് ഇതിനകം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് ഉപയോഗിക്കുന്നതിനുള്ള കേന്ദ്രാവിഷ്കൃത ഫണ്ടിൽ നിന്നും 6,30,000 രൂപയും തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ 2,70,000 രൂപയും ചേർത്ത് 9 ലക്ഷം രൂപ ചെലവിട്ടാണ് നിരീക്ഷണ ക്യാമറ സംവിധാനം ഒരുക്കിയത്. ഓരോ ക്യാമറ യൂണിറ്റിനും 1.5 ലക്ഷം രൂപ ചെലവാണുള്ളത്.
മാലിന്യം തള്ളുന്നത് ഉൾപ്പെടെയുള്ള സാമൂഹ്യ വിരുദ്ധരുടെ നടപടികൾക്കെതിരെ കർശന നിയമ നടപടി കൈക്കൊള്ളുന്നതിന് തയ്യാറെടുക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പ്രാദേശിക ചരിത്രം അടയാളപ്പെടുത്താനായി ചരിത്ര പഠന കോൺഗ്രസ് സംഘടിപ്പിക്കുകയാണ് കുളപ്പുറം വായനശാല ആൻഡ് ഗ്രന്ഥാലയം. കേരള ചരിത്ര ഗവേഷണ കൗൺസിലുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ മുന്നോടിയായി ചരിത്ര പഠനം നടത്തുകയാണ് വായനശാല പ്രവർത്തകർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെ കിഴക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് കുളപ്പുറം. ആയിരക്കണക്കിന് തൊഴിലാളികൾ പണിയെടുത്തിരുന്ന ആറോൺ നെയ്ത്ത് കമ്പനി ഉണ്ടായിരുന്ന പ്രദേശം. കുളപ്പുറത്തിന്റെ പ്രാദേശിക ചരിത്രം പഠിക്കുവാനും അതിനെ നാടിന്റെ പൊതുചരിത്രത്തിന്റെ ആകെ ഭാഗമായി അടയാളപ്പെടുത്താനുമുള്ള ശ്രമമാണ് കുളപ്പുറം വായനശാല ഗ്രന്ഥാലയം നടത്തുന്നത്. ഇതിനായി മെയ് 24-25 തീയതികളിൽ ചരിത്ര കോൺഗ്രസ് തന്നെ സംഘടിപ്പിക്കുകയാണ് വായനശാല. കേരള ചരിത്ര ഗവേഷണ കൗൺസിലുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിനു മുന്നോടിയായാണ് വായനശാല പ്രവർത്തകർ ചരിത്ര പഠനം നടത്തം സംഘടിപ്പിച്ചത്. അടയാളപ്പെടുത്താതെ കാലത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ മാഞ്ഞുപോകുന്ന ഇന്നലകളുടെ ശേഷിപ്പുകളെ നേരിൽ കാണാനും അറിയാനുമാണ് ചരിത്ര പഠന നടത്തം സംഘടിപ്പിച്ചത്. ആദ്യ ദിവസം വലിയവനം എന്ന ഒരു കാലത്ത് വിളിച്ചിരുന്ന കുളപ്പുറം കിഴക്ക് ഭാഗത്തായിരുന്നു പഠന നടത്തം. പൗരാണിക അധിനിവേശം കുളപ്പുറത്തിന്റെ പരിസര പ്രദേശങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് സ്ഥലനാമത്തിലൂടെ തന്നെ വ്യക്തമാകും. പുള്ളുവഞ്ചാൽ, ചോയ്യാരം, മൂലംകുട്ടച്ചാൽ തുടങ്ങിയ പ്രദേശങ്ങൾ നമ്മുടെ ഇതിന്റെ ചുറ്റുപാടുള്ള കുളപ്പുറത്തിന്റെ ചുറ്റുപാടുള്ള അറിയപ്പെടുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ നരിമട, ഈ കുളപ്പുറം കമ്പനിയിലേക്കുള്ള വൻതോതിൽ വെള്ളം ആവശ്യമുണ്ടായിരുന്നു. 1000-ഓളം തൊഴിലാളികളും ചായമുറിയൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ തോതിൽ വെള്ളം ആവശ്യമായിരുന്നു. ഇതിന്റെ ഏറ്റവും പരിയാരം മെഡിക്കൽ കോളേജിന്റെ എതിർവശത്തുള്ള ഏറ്റവും ഉയർന്ന സ്ഥലത്തായിരുന്നു അതിന്റെ വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നത്. അവിടുന്ന് കുത്തനെ പൈപ്പിട്ട് കുളപ്പുറം കമ്പനിയിലേക്ക് എത്തിക്കുന്ന, വീണ്ടും ഒരു ടാങ്കിലൂടെ കുളപ്പുറം കമ്പനിയിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ഒരു കുളപ്പുറം വലിയ തോട് എന്ന് പറയുന്ന രാമപുരം പുഴയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൈവഴിയായ കുളപ്പുറം വലിയ തോടിന്റെ ഉത്ഭവ സ്രോതസ് ഇവിടെയായിരുന്നു. ഉത്ഭവസ്ഥാനം ഇതിന് തൊട്ട് താഴെയുള്ള ഒരു വലിയ ഒരു കുളമായിരുന്നു, ഒരു താഴ്ന്ന പ്രദേശമായിരുന്നു. അവിടെ നിന്നാണ് തോട് ഒഴുകിയിരുന്നത്. നരി, കടുവയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതായിട്ട് അനുഭവ സാക്ഷ്യമുണ്ട്. ഞങ്ങളുടെ ഒരു തൊട്ട് മുൻ തലമുറയുടെ അനുഭവ സാക്ഷ്യം തന്നെ കടുവയൊക്കെ വിഹരിച്ചിരുന്ന ഒരു കാടായിരുന്നു ഈ വലിയവനം എന്നുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. സ്പോർട്സ് ഷൈൻ ഓട്ടോ സ്പാ വാഹന വാഷിംഗ് സെന്റർ ചീമേനിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ചീമേനി പോലീസ് സ്റ്റേഷൻ എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന വാഷിംഗ് സെന്റർ എം രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. വാഹനങ്ങൾക്ക് തിളക്കം നൽകുന്ന ആധുനിക സേവനങ്ങളുമായി സ്പോർട്ട് ഷൈൻ ഓട്ടോ സ്പാ ചീമേനിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇന്റീരിയർ വാഷ്, ഫോം വാഷ്, അണ്ടർ ബോഡി വാഷ്, ടയർ ആൻഡ് റിം ഡീറ്റെയിലിംഗ്, വാക്കമിംഗ്, ഡാഷ്ബോർഡ് ആൻഡ് പാനൽ ക്ലീനിംഗ്, ഷാംപൂവിംഗ്, ഫാബ്രിക് ക്ലീനിംഗ്, ലെതർ ക്ലീനിംഗ് ആൻഡ് കണ്ടീഷനിംഗ്, ഇന്റീരിയർ സ്റ്റീം ക്ലീനിംഗ്, ഓഡോ റിമൂവൽ, പെർഫ്യൂമിംഗ് തുടങ്ങി വാഹനത്തിന്റെ A to Z സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. പ്രീമിയം പ്രൊഡക്ട്സ് ആൻഡ് ഇക്കോ ഫ്രണ്ട്ലി ഓപ്ഷൻസ്, അഫോർഡബിൾ പാക്കേജസ് ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എം രാജഗോപാലൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചീമേനിയെ സംബന്ധിച്ച് വളരെ ആഹ്ലാദ നിർഭരവും അഭിമാനകരമായ ഒരു നിമിഷമാണ്. ഏറെ സ്ഥാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വികസ്വര ചീമേനിയാണ്, ഇപ്പോൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപട്ടണമാണ് ചീമേനി. അതുകൊണ്ട് തന്നെ കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെറുനഗരത്തിൽ അവരുടെ ജീവിതാവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഏർപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമായ കാര്യമാണ്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AG അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. T ഗോപാലൻ, ലത KT, ഹരികുമാർ, ബിന്ദുമോൾ KG, ഷീജ M, PK അബ്ദുൽ ഖാദർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. തൃക്കരിപ്പൂർ തങ്കയം മാടത്തിൻ കീഴ് വൈരജാത ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി വൈരജാതനീശ്വരന്റെ തിറപ്പുറപ്പാട് നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് കളിയാട്ട മഹോത്സവത്തിൽ പങ്കുചേരാൻ എത്തിച്ചേർന്നത്. തൃക്കരിപ്പൂർ തങ്കയം മാടത്തിൻ കീഴ് ശ്രീ വൈരജാത ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് വൈരജാതനീശ്വരന്റെ തിറപ്പുറപ്പാട് നടന്നു. തുടർന്ന് ചെറുകാനത്ത് ഭഗവതിയുടെ പുറപ്പാടുണ്ടായി. കൊടിയിലപ്പിടി, ഉച്ചത്തോറ്റം, വെള്ളാട്ടത്തിന്റെ കൊടിയിലപിടി, വൈരജാതനീശ്വരന്റെ വെള്ളാട്ടം, വൈരജാതനീശ്വരന്റെ കൊടിയിലപിടി, മാഞ്ഞാളമ്മ തുടങ്ങിയവയുണ്ടായി. കളിയാട്ട മഹോത്സവത്തിന്റെ സമാപന ദിവസമായ മെയ് 7 രാവിലെ 9 മണിക്ക് ചെറുകാനത്ത് ഭഗവതിയുടെ പുറപ്പാടും 10 മണിക്ക് വൈരജാതനീശ്വരന്റെ പുറപ്പാടും നടക്കും.
12:30 മുതൽ അന്നദാനമുണ്ടാകും. 4:30 തിരുമുടി താഴ്ത്തൽ നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഭിന്നശേഷിക്കാർക്ക് സ്നേഹസാന്ത്വനമായി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സഹചാരി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടർ വിതരണം ചെയ്തു. ഇരണാവ് ഹിന്ദു LP സ്കൂളിൽ നടന്ന പരിപാടി M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭിന്നശേഷിക്കാർക്ക് സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടർ വിതരണം ചെയ്തത്. ഭിന്നശേഷിക്കാരായവർക്ക് സ്വന്തമായി യാത്ര ചെയ്യുന്നതിനും തൊഴിലവസരങ്ങൾ ഒരുക്കുന്നതിനും മുൻതൂക്കം നൽകിയാണ് പദ്ധതി നടപ്പാക്കിയത്. പദ്ധതി ഏറെ മാതൃകാപരമാണെന്ന് M. വിജിൻ MLA പറഞ്ഞു. വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വയോജന രംഗത്തുള്ള ഇടപെടലിലാണ് കേരളത്തിലെ ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള അവാർഡ്, സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിനെ തേടിയെത്തിയത്. തീർച്ചയായും ആ മികവാർന്ന പ്രവർത്തനങ്ങളിൽ ഒരു പൊൻതൂവൽ കൂടിയാണ് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അവർക്ക് യാത്ര ചെയ്യുന്നതിന് പ്രത്യേകമായി തയ്യാറാക്കിയ സ്കൂട്ടർ വിതരണത്തിന്റെ 2ാം ഘട്ടം ഇവിടെ നടക്കുന്നത്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ അധ്യക്ഷത വഹിച്ചു. നിർമ്മല KT, പ്രേമ സുരേന്ദ്രൻ, AV രവീന്ദ്രൻ, CP മുഹമ്മദ് റഫീഖ്, C നിഷ, പ്രീത K, CV ഭാനുമതി, P ഗോവിന്ദൻ, M ബാലകൃഷ്ണൻ, ഷുക്കൂർ MKP എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ എഡ്യൂക്കേഷണൽ കൾച്ചറൽ എൻവയോൺമെന്റ് ഫോറം ഏർപ്പെടുത്തിയ പ്രഥമ പ്രതിഭാ പുരസ്കാരത്തിന് രാമന്തളി സ്വദേശി KP അഹമ്മദ് ഹാജിയെ തിരഞ്ഞെടുത്തു. ഈ മാസം അവസാനം രാമന്തളിയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാര സമർപ്പണം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെന്റ് ഫോറം ഏർപ്പെടുത്തിയ പ്രഥമ പ്രതിഭാ പുരസ്കാരത്തിന് പൊതുപ്രവർത്തകനും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വിദ്യാഭ്യാസ മേഖലയിലെ സജീവ സാന്നിധ്യവുമായ രാമന്തളി സ്വദേശി KP അഹമ്മദ് ഹാജിയെ തിരഞ്ഞെടുത്തു. രാമന്തളി വടക്കുംപാട് സ്വദേശിയായ KP അഹമ്മദ് ഹാജി രാമന്തളി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും CH മുഹമ്മദ് കോയ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജറായും MC&EM സൊസൈറ്റി പ്രസിഡന്റായും രാമന്തളി വടക്കുംപാട് ഫാർമേഴ്സ് ബാങ്ക് ഡയറക്ടറായും രാമന്തളി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റായും വിവിധ സംഘടനകളുടെ സ്ഥാപനങ്ങളുടെ അധ്യക്ഷനായും സേവന രംഗത്തുണ്ടായിരുന്നു. 50 വർഷത്തിലേറെ നീണ്ടുനിൽക്കുന്ന പൊതുപ്രവർത്തന രംഗത്തെയും സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെയും സംഭാവനകളെ പരിഗണിച്ചാണ് അദ്ദേഹത്തെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. 10,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം അവസാന വാരം രാമന്തളിയിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് സമ്മാനിക്കും. SKP അബ്ദുൽ ഖാദർ ഹാജി, KP രാജേന്ദ്രകുമാർ, റസാഖ് കടന്നപ്പള്ളി, PK ഷബീർ, അഫ്സൽ രാമന്തളി, PM ഷുഹൈബ ടീച്ചർ, നവനീത് ഷാജി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വെറ്റിനറി ഡിസ്പെൻസറി ഓണക്കുന്ന് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കുളമ്പ് രോഗ നിയന്ത്രണ പദ്ധതിക്ക് തുടക്കമായി. മൃഗാശുപത്രിയിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വെറ്റിനറി ഡിസ്പെൻസറി ഓണക്കുന്ന് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കുളമ്പ് രോഗ നിയന്ത്രണ പദ്ധതി 6ാം ഘട്ടത്തിന് തുടക്കമായി. വടക്കേ മണക്കാട് മൃഗാശുപത്രിയിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ഈ മാസത്തെ ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പാല് സബ്സിഡി ഇനത്തിൽ കരിവെള്ളൂർ പെരളം പഞ്ചായത്തും ബ്ലോക്കും സംയുക്തമായി 24 ലക്ഷത്തോളം രൂപയാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. കുളമ്പ് രോഗ
നിയന്ത്രിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുപോലെ തന്നെ 6000 ലിറ്ററോളം പാലളക്കുന്ന ഒരു പഞ്ചായത്താണ്. അത് കൂടുതൽ അതിൻ്റെ ഉൽപ്പാദനം കൂട്ടണം എന്നുള്ളത് കൊണ്ട് തന്നെ പശുക്കൾക്ക് വരുന്ന രോഗങ്ങളൊക്കെ നല്ല രീതിയിൽ അത് നിയന്ത്രിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. ഡോക്ടർ ഗായത്രി പ്രതാപ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം പി തമ്പാൻ, പി വി ചന്ദ്രൻ മാസ്റ്റർ, എ വി ചന്ദ്രൻ, സുനു പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി കരാർ പൂർത്തീകരണ പ്രഖ്യാപനവും താക്കോൽദാനവും മെയ് 7 വൈകുന്നേരം 3 മണിക്ക് കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ അർഹരായ മുഴുവൻ പേരും കരാറിൽ ഏർപ്പെട്ട പ്രഖ്യാപനവും സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക പരിപാടിയോടനുബന്ധിച്ച് മെയ് മാസം 7 തീയതി വൈകുന്നേരം 3 മണിക്ക് കരിവെള്ളൂർ AV സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം നിർവഹിക്കും. TA മധുസൂദനൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കൂടെയുണ്ട് കൂടൊരുക്കാൻ എന്ന ലൈഫ് ഭവന പദ്ധതിയിലെ വീടുകളും ഗുണഭോക്താക്കളുടെ വീട് നിർമ്മിക്കുന്നതിനു മുൻപും വീട് ഒരുങ്ങിയതിനു ശേഷവുമുള്ള ജീവിതാനുഭവങ്ങളും കോർത്തിണക്കി തയ്യാറാക്കിയ ഡോക്യുമെന്ററിയുടെ പ്രകാശനവും സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. AB ലേജു, T ഗോപാലൻ, C ബാലകൃഷ്ണൻ, A ഷീജ, K ശൈലജ, M മുസ്തഫ, P തമ്പാൻ, P ഹരികുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന കിക്ക് ഡ്രഗ്സ് ലഹരിവിരുദ്ധ സന്ദേശയാത്രയ്ക്ക് പയ്യന്നൂരിൽ ഉജ്ജ്വല സ്വീകരണം. ലഹരി വിൽപ്പനയുടെ ഹബ്ബായി കേരളം മാറിയെന്നും ലഹരിയെ തുരത്താൻ പൊതുസമൂഹത്തിന്റെ കൂട്ടായ ശ്രമം ആവശ്യമാണെന്നും മന്ത്രി V അബ്ദുറഹ്മാൻ. പിലാത്തറ ചുമടുതാങ്ങിയിൽ റെസ്റ്റോറന്റിൽ മോഷണം. ചുമടുതാങ്ങി പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ ഗുസാരിഷ് റെസ്റ്റോറന്റിൽ തിങ്കളാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത്. കുടുംബശ്രീ പയ്യന്നൂർ ക്ലസ്റ്റർ തല ഓക്സിലറി അയൽക്കൂട്ടം അംഗങ്ങളുടെ സർഗോത്സവം അരങ്ങ് 2025 ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂരിലെ പൊതുസ്ഥലങ്ങളിൽ ഇനി മാലിന്യങ്ങൾ തള്ളുന്നവർക്ക് പിടിവീഴും. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലായി കെൽട്രോണിന്റെ സാങ്കേതിക മികവോടെ അധികൃതർ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.